ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാങ്കോസ്റ്റിൻ ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഒരു 50-ലധികം കായ തന്നെ ഫസ്റ്റ് പൂക്കല്ല് നമുക്കിപ്പോൾ ഇതിൽ കാണാം. പിന്നെ കൊഴിച്ചിലെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യണ കാരണം കാര്യമായിട്ടൊന്നും കൊഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ കൊഴിച്ചിലൊക്കെ ഉണ്ട്, 1-2 അത് സ്വാഭാവികമാണ്. നമ്മൾ ഈ പൂക്കണതെല്ലാം നമുക്ക് പിടിച്ചു കിട്ടില്ല. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മാങ്കോസ്റ്റിന് ഒരുപാട് കായ ഉണ്ടായി കൊലകുത്തി കായ്ച്ചിട്ടുണ്ട്, കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ കൊല്ലം മാങ്കോസ്റ്റിനെ സംബന്ധിച്ച് ഭയങ്കര കായ്പിടുത്തവും കാര്യങ്ങളും പൂക്കലും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കായ് വിരിഞ്ഞതിന് ശേഷം കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകും, കുറച്ചല്ല ഓവറായിട്ട് പൂത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് തന്നെ ഒരു തണ്ടിൽ ഇതുമ്മ ഇപ്പം ഒരു കായേ ഉള്ളൂ. ശരിക്കും ഇതിൽ ഒരു കായേ വരാവൂ. ഇതിലധികം പലതായിട്ട് പൂത്ത് 3-4 പൂത്തുണ്ടെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കായയ്ക്ക് നല്ല വലിപ്പത്തിൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ കൂടുതലായിട്ട് എണ്ണം പിടിച്ചു കഴിഞ്ഞാൽ അത് ചെറുതായി പോവും. അപ്പോൾ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന് മാർക്കറ്റ് വില കുറവായിരിക്കും. ചെറുത ആൾക്കാർക്ക് താല്പര്യമില്ല. വലിയ കായ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലത് നല്ല റേറ്റിലും കാര്യങ്ങളും പോകാൻ ഏറ്റവും ബെസ്റ്റ് അതാണ്. പിന്നെ ഓവറായിട്ട് എണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ ചെടിക്ക് താങ്ങാവുന്ന അത്രയും കായകളെ മാത്രം നിലനിർത്തുള്ളൂ. ബാക്കി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അത് കൊഴിഞ്ഞു പോകും. എന്നാൽ ഇപ്പോൾ കുറച്ച് പിടിച്ചിട്ട് ഈ കാലാവസ്ഥയുടെ വ്യത്യാസവും കൊണ്ട് അതും കൊഴിച്ചൽ സംഭവിക്കാം. അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാൻ കാലാവസ്ഥേനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അത് കാലാവസ്ഥ എങ്ങനെയാണോ ആ രീതിയിൽ പോവും. അപ്പം നമുക്കതിന് ചെയ്തു കൊടുക്കാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ മാങ്കോസ്റ്റിനെ സംബന്ധിച്ച് ഒത്തിരി വെള്ളം ആവശ്യമുള്ള ചെടിയാണ്. കാരണം ഇത് ഇലകൾ തന്നെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ഇതിന് ഫ്രൂട്ടിനും കൂടി ആവശ്യമായ വെള്ളം കിട്ടിയാൽ മാത്രമേ ഇത് നന്നായിട്ട് വളർന്ന് ചെടി നല്ല ആരോഗ്യത്തോട് നിന്ന് ഫ്രൂട്ടിനെ സംരക്ഷിക്കാനതിന് പറ്റുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെടി ഇലയും പൊഴിക്കും, കായയും പൊഴിച്ചു കളയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക. മാങ്കോസ്റ്റിന് ഒരു സാധനം ശരിക്കും വെള്ളം കെട്ടി നിർത്തിയൊക്കെ നനയ്ക്കാൻ പറ്റുമെങ്കിൽ 2 ദിവസത്തിൽ നനച്ചു കൊടുത്താലും തെറ്റൊന്നുമില്ല, ഏറ്റവും ബെസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ വീടിന് ചുറ്റും നിൽക്കണതാണെങ്കിൽ നമുക്ക് ഡെയിലി നനച്ചു കൊടുത്താലും അത്രയും നല്ലത് തന്നെ. മാങ്കോസ്റ്റിൻ ശരിക്കും നമ്മൾ മാങ്കോസ്റ്റിൻ നട്ടണമെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ ലഭ്യത നല്ല രീതിയിലുള്ള സ്ഥലത്താണ് നമുക്ക് മാങ്കോസ്റ്റിൻ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മാങ്കോസ്റ്റിൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജലസേചനത്തിനുള്ള സൗകര്യം ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഓവറായിട്ട് വെയിലുള്ള സ്ഥലത്ത് നമുക്ക് മാങ്കോസ്റ്റിൻ കൃഷി ശരിക്കും അനുയോജ്യമല്ല. മാങ്കോസ്റ്റിനെ സംബന്ധിച്ച് അതിന് 50% വെയിൽ കിട്ടിയാൽ മതി. തണലിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് എന്ന് വിചാരിച്ച് ഫുൾ തണലായി പോയി കഴിഞ്ഞാൽ ചോലയിൽ കൊണ്ടുവന്ന് നട്ടാൽ ചെടി വളരെയില്ല, അത് കായ്ക്കയില്ല. അപ്പോൾ 50% വെയിൽ കിട്ടാവുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. നമ്മളിവിടെ മാങ്കോസ്റ്റിൻ വെച്ച് കൊടുത്തപ്പോൾ ഇത് വളർന്ന് നമുക്ക് കായ്ച്ച് കിട്ടണമെങ്കിൽ കുറഞ്ഞത് 6 വർഷം 8 വർഷമൊക്കെ ആയിട്ട് ആൾക്കാർക്ക് നമ്മളുടെ പരിചരണം കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് ഇത് കായ്ച്ച് കിട്ടണം. അപ്പം നമ്മളിവിടെ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞാൽ മാങ്കോസ്റ്റിൻ വെച്ചു, അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ് വെച്ചു. അപ്പോൾ നമുക്ക് 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2 വർഷം കൊണ്ട് പ്ലാവിൽ നിന്ന് വരുമാനമായി. ഇപ്പോൾ ആ പ്ലാവിന് ഏകദേശം നമ്മളുടെ മാങ്കോസ്റ്റിൻ കായ്ച്ചു കാര്യങ്ങളായി. പ്ലാവ് ഇപ്പോൾ ഒരു 2-3 വർഷം കൂടി കഴിയുമ്പോഴേക്കും പ്ലാവ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അത് വിയറ്റ്നാം സൂപ്പർ എയർലി ആണെങ്കിൽ നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാങ്കോസ്റ്റിന് നല്ല അത്യാവശ്യത്തിന് മാങ്കോസ്റ്റിൻ വളർന്ന് നല്ല വലിപ്പത്തിലായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ഇപ്പം ഇത് വളർന്ന് വന്ന വരെ നമുക്ക് പ്ലാവിൻ്റെ വരുമാനം കിട്ടി. അപ്പോൾ മാങ്കോസ്റ്റിൻ ചെടിയിൽ ആദ്യമായിട്ട് പൂക്കുമ്പോൾ ഇതേപോലെ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു 50ഓളം കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഉണ്ടാകുമോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെടികളിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് മാങ്കോസ്റ്റിൻ്റെ ആദ്യമായിട്ട് പൂക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലതിൽ 10 കായ ഉണ്ടാവും, ചിലപ്പോൾ 25 ഉണ്ടാവും, ചിലതിൽ 50 കായ. ഇങ്ങനെ ഇതുപോലെ നല്ലോണം പിടിച്ചിടും. അത് കാലാവസ്ഥയുടെയൊക്കെ അനുസരിച്ച് ഇരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഓരോ വർഷവും ഇങ്ങനെ കായകൾ കൂടി വന്നുകൊണ്ടിരിക്കും. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ചെടി നല്ല വലിപ്പത്തിലാവും, ധാരാളം കായകളും കിട്ടുന്നത്. ഇപ്പോൾ ചിലർ 2 കായാണ് ഉണ്ടായത് ആദ്യ വർഷം എന്നൊക്കെ പറഞ്ഞു. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ഞാനിവിടെ
ഈ ചെടികളുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞു ഒരു കായ ഉണ്ടായി കിട്ടണേന്ന് പറഞ്ഞു. കാരണം നമുക്കതൊന്ന് പൂത്ത് കാണാനുള്ള ഒരു ആഗ്രഹം. പക്ഷേ നമുക്ക് ഓരോ ചെടിയിലും 10ഉം 25ഉം കായൊക്കെ കിട്ടി. അത് നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ചെടിയുടെ ആരോഗ്യം, കാലാവസ്ഥ, ഇത്രയും കാര്യങ്ങൾ, ചെടിക്ക് ലഭിക്കുന്ന വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കായും കാര്യങ്ങളും ഉണ്ടായി കിട്ടും. ഈ കൊഴിച്ചിലിൻ്റെ പ്രശ്നം പറഞ്ഞ് ഒരുപാട് കമൻസുകൾ, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകൾ തീർച്ചയായും യൂട്യൂബിൽ തന്നെ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെ പറയുമ്പോൾ കൊഴിച്ചിലൊക്കെ ഉള്ളവർ നിങ്ങൾ എന്ത് വളമാണ് ചെയ്യുന്നത്, അപ്പോൾ വളം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരോടൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നവർ വളമൊന്നും പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ആ വളത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ നമ്പറാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡൗട്ടുകളുള്ളത് യൂട്യൂബിൽ തന്നെ മാക്സിമം കമൻ്റായിട്ട് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ വീഡിയോസായിട്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് കേട്ടോ. മാങ്കോസ്റ്റിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിവിടെ മാങ്കോസ്റ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജൈവവളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാസവളം കൊടുത്തു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വലുതായി വരെയും കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് താൽക്കാലികം മാത്രമാണ്. നമ്മൾ ജൈവവളം കൊടുത്ത് വളർത്തി കൊണ്ടുതന്നെ ചെടിക്കെന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാന്റായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ളതല്ല, നിലനിന്ന് കിട്ടാവുന്ന ഒരു സംഭവമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അത് ജൈവവളം മാത്രം കൊടുത്ത് ചെടീനെ വളർത്തി കൊണ്ടുവരാമെന്നുള്ള. പിന്നെ ചെടിക്ക് ആവശ്യമായ മൂലകങ്ങൾ, കാര്യങ്ങൾ, അതിനാണ് നമ്മളിവിടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ആവശ്യമായ എല്ലാ മൂലകങ്ങളും കാര്യങ്ങളും ചെടിക്ക് ലഭിക്കും. നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ മുന്നേ ആയിട്ട് ഫ്ലവർ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളങ്ങൾ കൊടുത്തിരുന്നോ ഈ മരങ്ങൾക്ക്? നമ്മൾ എല്ലാ മരങ്ങൾക്കും കൊടുത്തതാണ്. ബ്ലൂമും നൈട്രോക്കിങ്ങും നമ്മൾ സ്പ്രേ ചെയ്തും കൊടുത്തു, അതുപോലെ കടയ്ക്ക് ഒഴിച്ചും കൊടുത്തു. കടയ്ക്ക് ഒഴിച്ചു കൊടുത്താലും മതി, സ്പ്രേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേരുകളിലൂടെ വലിച്ചെടുത്ത് അത് നല്ല ആരോഗ്യത്തോടും അതിനാവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടി നല്ല ആരോഗ്യമുള്ള പ്ലാന്റായിട്ട് വളർന്നു നിൽക്കും. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂത്ത് കിട്ടി കാര്യങ്ങളായി കഴിഞ്ഞാൽ ആ കായകൾ ഭൂരിഭാഗവും നമുക്ക് പിടിച്ച് കിട്ടുകയും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള കായയും കാര്യങ്ങളുമായിട്ട്. മാങ്കോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ 100 വർഷത്തിലപ്പുറം ആയുസ്സുള്ള ഒരു ചെടിയാണ്. അപ്പോൾ അതിനെ നിലനിർത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജൈവവളം യൂസ് ചെയ്യുകയും കാര്യങ്ങളും ചെയ്യണം. നമ്മൾ പൂവിടുന്നതിന് മുമ്പും അത് കഴിഞ്ഞ് പൂവിട്ട് കഴിഞ്ഞാലും നമ്മൾ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോൾ എന്ന് പറഞ്ഞ പശയും കൂടി ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ കായകൾ ഇപ്പോൾ ഈ വലിപ്പത്തിലായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കായയുടെ വലിപ്പം കൂടുകയും ടേസ്റ്റ് കൂടുകയും തൂക്കം കൂടുകയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ല വരുമാനവും കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള കൊഴിച്ചിലിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് ഈ സ്ട്രെസ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളവർ, സീരിയസ് ആയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർ, വീട്ടുവളപ്പിലെ ചെറിയ കൃഷിക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 രൂപ റേഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ വാട്സപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. നമ്മളിത് അയച്ചു തരുന്നതാണ്. ഉപയോഗ രീതിയൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. 2 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് കണക്കിൽ നമുക്ക് എടുത്തിട്ട് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്യാനും അതേപോലെ തന്നെ താഴെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റും. ഈ ജാതിയൊക്കെ ഉള്ളവർക്ക് ജാതിയുടെ കൊഴിച്ചിലൊക്കെ ചൂട് മൂലം ഉണ്ടാകുന്ന കായ മൂക്കാതെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ഇല്ലേ, അതിനൊക്കെ നല്ല റിസൾട്ടാണ്. അപ്പോൾ പലതരം കൃഷികളൊക്കെ ഉള്ളവർക്ക് നമുക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ്. അതുകൊണ്ടാണ് നമ്മളിത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ തോട്ടത്തിലെ കൂടുതൽ കൃഷിക്കാഴ്ചകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ കൃഷി വിശേഷങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഓൾ.